ഡോജി എന്ന കമ്പനിയുടെ ഡോജി എസ്മിനി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ 2 ഡിസ്പ്ലേക്ക് ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോജി എസ്മിനി എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 4.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പോൾ സാധാരണ ഇത്രയും കുറഞ്ഞ സ്ക്രീൻ സൈസിൽ വരുന്ന ഫോണുകൾ അധികം കാണാറില്ല. പിന്നെ ഇതിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 480x1170 ആണ്. കൂടിയ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. മുകളിലും താഴെയും വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ടൈം, ഡേറ്റ്, ബാറ്ററി അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡ്യുവൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 155 ഗ്രാമാണ്. വെയിറ്റ് കുറവാണ്. തിക്നെസ് വരുന്നത് 13.5 mm ആണ്. പിന്നെ ഇതിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഫോണിൻ്റെ സിൽവർ, ബ്ലാക്ക്, പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഏകദേശം 20,200 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ അത്രയേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊന്നുമില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. 8GB റാമും 256GB ഇൻറ്റേർണലൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 7GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് ഇതിൽ 15GB റാം വരെയൊക്കെ വരുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 MP ഒരു സെൻസറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ടും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ സൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല. എന്തായാലും 3000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് AliExpressൽ കാണിക്കുന്നത് 20,234 എന്നാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ വെയിറ്റ് ഒക്കെ അത്യാവശ്യം കുറവാണ്. 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസൊക്കെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷേ ഇത് നോർമൽ ഫോണുകളെ പോലുള്ളൊരു ഫോണല്ല. അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അല്ല നോർമലായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഓപ്ഷനിൽ പറ്റില്ല. അപ്പോൾ തിക്നെസ് ഒക്കെ അത്യാവശ്യം കൂടുതൽ വരുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. അതുപോലെ തന്നെ നോർമൽ ഒരു ഡിസൈനും അല്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി കുറച്ചൊന്ന് കുറവാണ്. എന്തായാലും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഡോജി എസ്മിനി എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഡോജിയുടെ എസ്മിനി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.